നമസ്കാരം. ഞാൻ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ മുട്ടത്തോട് ഒരു 10 മുട്ടേൻ്റെ തോട് പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ച് കഞ്ഞീൻ്റെ വെള്ളമുണ്ട്. ഇതാ ഒരു 10 മുട്ടേൻ്റെ തോട് പൊടിച്ചതായി കണ്ട. 10 മുട്ടേൻ്റെ തോട് പൊടിച്ചത് കണ്ട. ഇത് പൊടിച്ച മുട്ടത്തോടാണ് കണ്ട. ഇത് കണ്ട, ഇത് കഞ്ഞിവെള്ളമാണ്. കണ്ട, കഞ്ഞിവെള്ളം കണ്ട. ഈ കഞ്ഞിവെള്ളത്തിൽ ഈ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതിങ്ങനെ കണ്ട. 10 മുട്ട പൊടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ പൊടി കണ്ട. അത് പുളിയിലിടുക. എന്നിട്ട് ഇതിങ്ങനെ കലക്കുക. ഇതിങ്ങനെ കലക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനെ കലക്കുക. ഇതാണ് ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 10 മുട്ടേൻ്റെ തോട്, കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം, ഇതെല്ലാം കൂടി ഞാൻ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ തക്കാളീൻ്റെ കായ് ഉണ്ടാകുമ്പം കാൽസ്യത്തിൻ്റെ കുറവുണ്ടായാൽ ഈ മുട്ടത്തോടിൻ്റെ കാൽസ്യത്തിന് നല്ലതാണ്. കാൽസ്യം പൊടിക്കും നല്ലതാണ്. അത് നമ്മൾ പൊടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. കഞ്ഞീൻ്റെ വെള്ളവും കൂടി ഉണ്ടായാലും ഉത്തമമായി. ഇല്ല കാൽസ്യം പൊടിക്കുകയാണെങ്കിൽ വെറുതെ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അത് അന്നേരം ഒരു ശേഷം വെട്ടിയില്ല. ഇതാകുമ്പം വെള്ളത്തിൽ കലക്കിയാലേ നല്ല കണ്ടീഷനായിട്ട് എല്ലാവരും വേഗം കിട്ടുമാതിരി പോവും. ഈ തക്കാളി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ, തക്കാളീൻ്റെ അടിഭാഗത്ത് ഒരു ഇത്ര വട്ടത്തിൽ കറുപ്പ് വരും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കറുപ്പ് വന്നാൽ പിന്നെ ആ തക്കാളി പോയി. അത് പിന്നെ ആ തക്കാളി നന്നാവില്ല. അതെന്താണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകണ്ടാണ്. അതുകൊണ്ട് ആ കാൽസ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറവ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടത്തോട് കായ്ച്ച് വരുമ്പോൾ നമ്മൾ ചെയ്യും. അത് ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും കൊണ്ട് എന്താ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും കൊണ്ട് വേറെ ഒന്നും വേണ്ട. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി നല്ല കണ്ടീഷനായിട്ട് വരും. തക്കാളിക്ക് ഒന്നും തകരാറ് വരില്ല. എന്താ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും എന്താ. ഇത് മുളക് നല്ല തന്നെയാണ്. കാൽസ്യം എല്ലാറ്റിനും നല്ലതല്ലേ. അതുകൊണ്ട് എല്ലാറ്റിനും ഒഴിക്കാം. എല്ലാറ്റിനും ഒഴിക്കുന്നതിന് ഒരു കുറവുമില്ല. ഇത് നല്ലതാണ്. കഞ്ഞിവെള്ളവും കാൽസ്യം പൊടിയാണ് ഇതെല്ലാം. ഇതിങ്ങനെ കണ്ട. ഇത് ഞാനിപ്പോൾ ഈ തക്കാളിക്ക് ഒഴിച്ച് കൊടുത്തു. ശേഷം ബാക്കി മുളകിനും എടുത്ത് ഒഴിച്ച് കൊടുത്തു. ഇതിപ്പം എന്ന് വെച്ചാൽ അതിന് കായ് ഉണ്ടാകുന്നത് അടിയിലേക്ക് ഒരു കറുപ്പ് വരും. ഞാൻ മുമ്പ് ആദ്യം നട്ടിട്ട് അങ്ങനെ ഉണ്ടായി. ഞാൻ ഇല്ല കൊല തേച്ചും അടി തേച്ചും കറുത്തിട്ട് തക്കാളി തേച്ചും പോയി ഞാൻ. എന്നതിന് ശേഷം ഞാനിങ്ങനെ കാൽസ്യത്തിൻ്റെ കുറവാണെന്ന്